കഴിഞ്ഞ വർഷത്തെ ഫിഫയുടെ മികച്ച താരത്തിനുള്ള പുരസ്കാരം അർജന്റീൻ നായകൻ ലയണൽ മെസ്സി സ്വന്തമാക്കി. തികച്ചും അപ്രതീക്ഷിതമായാണ് മെസ്സി പുരസ്കാര ജേതാവായത്. എർലിംഗ് ഹാലൻഡിനെയും കിലിയൻ എംബാപ്പയെയും മറികടന്നാണ് മെസ്സിയുടെ നേട്ടം. വോട്ടെടുപ്പിലെ പോയിന്റ് നിലയിൽ ഇരു താരങ്ങളും 48 പോയിന്റ് വീതം നേടി സമനില പാലിച്ചു. എന്നാൽ ദേശീയ ടീം ക്യാപ്റ്റന്മാരുടെ വോട്ടിലാണ് മെസ്സി പുരസ്കാര വിജയിയായത്. ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെ, ഇംഗ്ലണ്ടിന്റെ ഹാരി കെയ്ൻ, ഈജിപ്തിന്റെ മുഹമ്മദ് സലാ, ക്രൊയേഷ്യയുടെ ലൂക്ക മോഡ്രിച്ച്, പോളണ്ട് നായകൻ റോബർട്ട് ലെവൻഡോസ്കി എന്നിവരുടെ പ്രഥമ വോട്ട് മെസ്സിക്ക് ലഭിച്ചു. എന്നാൽ മെസ്സിയുടെ നേട്ടത്തിനു ശേഷമുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോസ്റ്റ് ചർച്ചയാവുകയാണ്. കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിൽ ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് റൊണാൾഡോ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരിക്കുന്നത്. എന്നാൽ അൽ നസറിന്റെ സമൂഹ മാധ്യമങ്ങളിലും സമാന വാക്കുകൾ കുറിച്ചിട്ടുണ്ട്. അൽ നസറിന്റെ അടുത്ത മത്സരങ്ങൾക്കായുള്ള പരിശീലനം ആരംഭിച്ചുവെന്നാണ് പോസ്റ്റിൽ സൂചിപ്പിക്കുന്നത്. സൗദി പ്രോ ലീഗിൽ ജനുവരി 24-നാണ് അൽ നസറിന്റെ അടുത്ത മത്സരം. ആദ്യമായാണ് ഒരു ഇന്റർ മയാമി താരം ഫിഫയുടെ മികച്ച താരമാകുന്നത്. നേരത്തെ ബാലൺ ഡി ഓർ നേട്ടവും ലയണൽ മെസ്സി സ്വന്തമാക്കിയിരുന്നു. ജനുവരി 20-നാണ് ഇന്റർ മയാമിയുടെ അടുത്ത മത്സരം. എൽ സാൽവദോർ ദേശീയ ടീമുമായാണ് മയാമിയുടെ മത്സരം. ഈ മത്സരത്തിനിടെ മെസ്സിക്ക് ദി ബെസ്റ്റ് പുരസ്കാരം സമ്മാനിക്കും. ഫിഫയുടെ ചടങ്ങിൽ മെസ്സി പങ്കെടുത്തിരുന്നില്ല. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.